ധവളപത്രം വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പായി. ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. കേരളത്തിലെ പശ്ചാത്തല സൗകര്യ കുതിപ്പിന് കടിഞ്ഞാൻ വീഴാൻ പോവുകയാണ്. ശമ്പള പരിഷ്കരണം ഉണ്ടാവില്ല. 10 വർഷത്തിനിടയിൽ ഒരിക്കൽ മതി. റിട്ടയർമെന്റ് പ്രായം ഉയർത്തും. ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊണ്ടുത്തരില്ല. അത് ആധാർ ലിങ്ക്ഡായിട്ട് അക്കൗണ്ടിലെത്തുള്ളൂ. ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാവും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും സ്വകാര്യവൽക്കരിക്കും, പൂട്ടുവീഴും. കേരളം വലിയൊരു തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോയി. കാരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി സമ്മതിക്കുന്നില്ലെന്ന ധവളപത്രത്തിൽ പറയുന്ന ചുരുക്കം. അതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയാം. ഞാനിപ്പോൾ അവതരണത്തെ ഘട്ടത്തിൽ അത് ചെയ്യുന്നില്ല. പണം എങ്ങനെ കണ്ടെത്താം? അതിന് LDF സ്വീകരിച്ച രീതികളൊന്നും ശരിയല്ല എന്ന് വാദിച്ചു വെച്ചു. ഇനി എന്താ? മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. 25,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കും. 15,000 കോടി രൂപയുടെ സ്വർണത്തിൽ നിന്നുള്ള GST മാത്രം, ബാക്കിയൊക്കെ ഞങ്ങൾ വേറെ. ഈ സമിതിയിലെ അംഗമായിരുന്ന പ്രൊഫസർ D നാരായണ, എൻ്റെ സഹപ്രവർത്തകന, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് IGSTയിൽ ഒരു 20,000 കോടി രൂപയുടെ നഷ്ടം ആദ്യത്തെ 5 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് സംവിധാനം ചെയ്ത് തിരിച്ചെടുക്കും. ഇതൊക്കെ പറഞ്ഞിരുന്നേ. എന്തെങ്കിലും ഒരു നിർദ്ദേശത്തെക്കുറിച്ച് പരാമർശമുണ്ടോ? അവസാനത്തെ അധ്യായം വിശകലനം എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചാ. പണമില്ലെങ്കിലേ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം? ധവളപത്രത്തിലെ വിശകലനം മുഴുവൻ വേണ്ടത്ര പണമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് സ്ഥാപിക്കാനോ? സാമ്പത്തിക അച്ചടക്കമില്ലായ്മയായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ സാക്ഷ്യപത്രങ്ങൾ? റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുന്നില്ല. ധനക്കമ്മി, അത് കുറയുന്നില്ല. എന്ന് മാത്രമല്ല, ക്യാഷ് ബാലൻസ് അതിപ്പോ അവസാന ദിവസം 6,000 കോടി രൂപ മാർച്ച് അവസാനം ഉണ്ടായെങ്കിലും അതൊക്കെ ഒരു ദിവസത്തെയാണ്. പക്ഷെ ഇതിപ്പോ ഒരു 2-3 വർഷക്കാലം, 4-5 വർഷക്കാലത്തെ മാസമുള്ള ക്യാഷ് ബാലൻസ് പരിശോധിച്ചിട്ട് ക്യാഷ് ബാലൻസ് മൈനസാണ് പലപ്പോഴും. വലിയ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നാൽ പിന്നെ ചെയ്യുന്നൊരു മാർഗം റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. ആദ്യം SDF നിന്ന് വായ്പ എടുക്കാം. അതുകൊണ്ടും ഒരു 2,000 കോടി രൂപ 2,000 കോടി രൂപ തികഞ്ഞില്ലെങ്കിൽ പിന്നെ വെയ്സ് ആൻഡ് മീൻസ് വായ്പ എടുക്കാം. അതുകൊണ്ടും തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഓവർ ഡ്രാഫ്റ്റിൽ പോകാം. ഇതൊക്കെ എന്ത് ഭയങ്കര പാതകമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, അച്ചടക്കമില്ലായ്മയായിട്ട്. അങ്ങനെയും വീക്ഷിക്കാം കേട്ടോ, അങ്ങനെയും വീക്ഷിക്കാം. എന്ന് വെച്ചാലേ, നാട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനാ? ഈ അച്ചടക്കത്തിനാ, ഈ കൈവായ്പ പോലും എടുക്കാതിരിക്കുന്നതിനാ.
എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാട്ടോ. കോവിഡ് കാലം ആ വർഷമാണ് ഏറ്റവും കൂടുതൽ ദിവസം വൈറ്റമിൻസും കടത്തിലും ഓവർ ഡ്രാഫ്റ്റിലും പോയിട്ടുള്ളത്. എന്താ കാര്യം എന്നറിയാം? എൻ്റെ ഫിനാൻസ് സെക്രട്ടറിയോട് പറഞ്ഞതേ, ഒരു ദിവസം ഇത് പ്ലസ്സായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചെലവാക്കിക്കോണം. നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ പണമില്ല. കേരളത്തിന്റെ ഈ നയം മൂലം ഇവരിപ്പോ വിമർശിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും കടബാധ്യതയിലായി. വൈസ് മീൻസ് ഇന്ത്യയിൽ എന്താണെന്ന് സ്ഥിതി എന്ന് അറിയണോ? അതും കൂടി അറിയണം. ഈ കോവിഡ് കാലത്ത് 3 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ട്രഷറിയിൽ ചെലവാക്കാതെ കിടന്നത്. ഇന്ത്യ സർക്കാർ വായ്പ എടുക്കാൻ അനുവദിക്കും. 5% വരെ വായ്പ അനുവദിച്ചു എടുക്കുന്നു, 7% പലിശക്ക്. അതങ്ങ് ട്രഷറി ചെലവാക്കും. വായ്പ എടുത്ത പണം മൂലധന ചെലവിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തത്വം. അതിൽ വിശ്വസിച്ച് പണം ചെലവാക്കാതൊക്കെ വെച്ചിരിക്കുക. 1ഉം 2ഉം അല്ല, 3 ലക്ഷം കോടി രൂപ. അഭിമാനത്തോടെ ഞാൻ പറയണു, കേരളമാണ് ഒരു സംസ്ഥാനം എല്ലാ ദിവസവും ഡെഫിസിറ്റിൽ കിടന്നത്. അതിന്റെ ഫലം എന്താ? നാട്ടിലൊരു മുട്ടുണ്ടായില്ല പാവങ്ങൾക്ക്. ഏതിനാ നിങ്ങളുടെ മുൻഗണന? ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിനാണോ? ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിനാണോ? മറ്റ് സ്കൂളും ആശുപത്രി എല്ലാം മുട്ടില്ല നടപ്പാക്കുന്നതിനാണോ? അതോ ഈ ധവളപത്രത്തിൽ പറയുന്ന അച്ചടക്കത്തിനാണോ? ഇതാണ് ചോദ്യം പ്രായോഗികമായിട്ടോ. അപ്പോ ഇതിലാണ് ഊന്നൽ. ഇതാണ് ധവളപത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഡെവലപ്മെന്റലല്ല, ഒരു ധനയാഥാസ്ഥിക സമീപനത്തിൻ്റെതാണ്. രണ്ടാമത്തേത്, സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വേണ്ടത്ര വർദ്ധിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ഒത്തിരി കണക്കുകളുണ്ട്. ഞാനിപ്പോൾ കണക്കുകൾ ഓരോന്നിലും എടുക്കുന്നില്ല, അതൊക്കെ ശരിയുണ്ട് താനും. നമ്മുടെ GDP-യുടെ ശതമാനമായിട്ട് നികുതി വരുമാനമോ തനത് വരുമാനമോ മൊത്തം റവന്യൂ വരുമാനം കണക്കാക്കി കെട്ടണമെങ്കിൽ നമ്മൾ കൂടുകയല്ല, കുറയുന്നത്. ശരി, ഇതൊക്കെ ശരി തന്നെ. അങ്ങനെ ആയിരിക്കുമ്പോഴേ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ ഈ തനത് വരുമാനം 75% വരുമെന്ന്. ആ ഒരു തോതില്ല. നമ്മുടെ തനത് വരുമാനത്തിൽ കേന്ദ്രം തരുന്നത് എത്ര, നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എത്ര? 75% സംസ്ഥാനം ഉണ്ടാക്കുന്ന, 25% കേന്ദ്രം തരുന്നുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങൾക്ക് 50% കേന്ദ്രം കൊടുക്കുന്ന. നമ്മുടെ ധനപ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാട് UDF-നും ഇല്ല, ധവളപത്രക്കാർക്കും ഇല്ല.